തിരഞ്ഞെടുപ്പ് കാലത്ത് UDF മുന്നോട്ടുവെച്ച 5 ഗ്യാരണ്ടികൾ സംബന്ധിച്ച് ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ തീരുമാനം കൈക്കൊണ്ടതായി മുഖ്യമന്ത്രി VD സതീശൻ. ആദ്യ ക്യാബിനറ്റ് യോഗത്തിനു ശേഷം മാധ്യമങ്ങളെ കാണുകയായിരുന്നു അദ്ദേഹം. KSRTCയിൽ സ്ത്രീകളുടെ സൗജന്യ യാത്ര ജൂൺ 15 മുതൽ നടപ്പിലാക്കും. വയോജനങ്ങൾക്കായുള്ള പ്രത്യേക വകുപ്പ് രൂപീകരിക്കും. ഈ 2 ഗ്യാരണ്ടികളാണ് ഏറ്റവും ആദ്യം നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടുള്ളതെന്നും ബാക്കിയുള്ളവ വഴിയെ നടപ്പിലാക്കുമെന്നും മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. രാജ്യത്ത് ആദ്യമായാണ് ഒരു സംസ്ഥാനത്ത് വയോജനങ്ങൾക്ക് വേണ്ടി പ്രത്യേകം വകുപ്പ് രൂപീകരിക്കുന്നത്. ഏറ്റവും നന്നായി ഈ വകുപ്പ് നടപ്പിലാക്കിയ രാജ്യം ജപ്പാനാണ്. അവരുടെ മോഡൽ പരിശോധിച്ചായിരിക്കും ഇവിടെ ആ വകുപ്പ് കൊണ്ടുവരിക. വയോജന വകുപ്പിനു പിന്നിൽ സ്വപ്നതുല്യമായ ലക്ഷ്യമുണ്ട്. സമൂഹം പരിഷ്കൃതമാകണമെങ്കിൽ മുതിർന്നവരെ സംരക്ഷിക്കണം, അദ്ദേഹം പറഞ്ഞു. സമരം അവസാനിപ്പിക്കുന്നതിനു മുമ്പും അവസാനിപ്പിക്കുന്ന ദിവസവും ആശാവർക്കർമാരുടെ സമരപന്തലിൽ പോയ ആളാണ് ഞാൻ. ആദ്യ ക്യാബിനറ്റിൽ അവർക്കുള്ള സഹായങ്ങൾ പ്രഖ്യാപിച്ചു തുടങ്ങുമെന്ന് അവർക്ക് വാക്കുകൊടുത്ത ആളാണ് ഞാൻ. അതിന്റെ ഭാഗമായി ആദ്യഘട്ടമെന്ന നിലയിൽ അവർക്ക് 3000 രൂപയുടെ വർധനവ് പ്രഖ്യാപിക്കുന്നു. റിട്ടയർമെന്റ് ബെനിഫിറ്റ് സംബന്ധിച്ച യോഗം അടുത്ത 1 മാസത്തിനുള്ളിൽ തീരുമാനിച്ചു പ്രഖ്യാപിക്കും. കുറച്ചുകൂടി കഴിയുമ്പോൾ ഒരു ഘട്ടം കൂടി പ്രഖ്യാപിക്കും. ആശാവർക്കർമാർക്ക് നൽകിയ വാക്കുപാലിക്കും. അംഗനവാടി ജീവനക്കാരുടെയും സഹായികളുടെയും പ്രശ്നങ്ങൾ പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഞങ്ങൾ തന്നെ സഭയിൽ ഉന്നയിച്ചിട്ടുള്ളതാണ്. അവരുടെ കാര്യം മറന്നുപോയിട്ടില്ല എന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. വലിയ തുകയൊന്നുമല്ലെങ്കിലും 1000 രൂപയെങ്കിലും വർദ്ധിപ്പിക്കും, VD സതീശൻ പറഞ്ഞു. സംസ്ഥാനത്തെ പാചക തൊഴിലാളികളുടെ വേതനം 1000 രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പ്രീ പ്രൈമറി ടീച്ചർമാരുടെയും ആയമാരുടെയും ഓണറേറിയം 1000 രൂപ കൂട്ടിയിട്ടുണ്ട്. സാമ്പത്തിക ബാധ്യതകൾ പരിശോധിച്ച ശേഷമാണ് ഈ വർധനകൾ വരുത്തിയിട്ടുള്ളത്, മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.